മുക്കി മുക്കി വാർത്ത മുക്കി. സി ജെ പിക്കോ കോക്രോച്ചിനോ പ്രക്ഷോഭത്തിനോ ഫോറിൻ ഫണ്ടിങ് ഇല്ല എന്ന വാർത്ത വലിയ പ്രാധാന്യം കൊടുക്കാതെ സോക്കോൾഡ് ദേശീയ മാധ്യമങ്ങൾ മുക്കി. അർണബ് ഗോസ്വാമിയും ശ്രീ ഷാജൻജിയും ഒക്കെ വളരെ ദിവസങ്ങളായി അന്തർദേശീയ ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ട് എന്നൊക്കെ ഗൂഢാലോചന സിദ്ധാന്തം പറയുക. എന്റെ സുഹൃത്തുക്കളാണ് രണ്ടുപേരും. അർണബ് ജി, ഖത്തറിൽ നിന്ന് ഫണ്ടിങ് കൊണ്ട് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ആണ്, ട്രംപ് ആണ് ഇതിന്റെ പിന്നിൽ. ഞാൻ വിചാരിച്ചപ്പോൾ ട്രംപും ജിഹാദിയായി മാറിയോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ഷാജൻജി അടക്കം ഇതിന്റെ പിന്നിൽ യുവാക്കളെ വഴിതെറ്റിക്കുന്നതാണെന്ന്. പിന്നെ വിവരമില്ലാത്ത പിള്ളേരല്ലേ, വിവരമുള്ള പിള്ളേരായോണ്ടാണ് സാറേ ഷാജൻ സാറേ അവർ പോരാടുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ ഗൂഢാലോചനയാണ്, അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ പറഞ്ഞു. സി ജെ പി പ്രക്ഷോഭത്തിന് വിദേശ ഫണ്ട് ഇല്ലെന്ന് മോദി സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. നമുക്ക് ആ സ്ഥിരീകരണം ആദ്യം കേൾക്കാം. ആ സ്ഥിരീകരണം കേട്ടിട്ട് വരാം. അത് കേട്ടൊരു സ്ഥിരീകരണമാണ്. ഇനിയും സന്തോഷത്തോടെ ഈ നാട്ടിൽ ഏറ്റവും ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ, ചില ആൾക്കാർ രാജ്യദ്രോഹി എന്നും തീവ്രവാദി എന്നും ഒക്കെ വിളിക്കും. രാജ്യദ്രോഹി നിന്റെ അച്ഛൻ, തീവ്രവാദി നിന്റെ ബാക്കിയുള്ള അച്ഛന്മാർ എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞോളൂ. അതായത് മടിച്ചാണെങ്കിലും അങ്ങനെ ഫോറിൻ ഫണ്ടിങ് ഒന്നും ഇല്ല എന്നവർ സമ്മതിക്കുകയുണ്ടായി. ഇനിയെങ്കിലും സമ്മതിക്കുക, ഇത് ജെനുവിൻ പ്രൊട്ടസ്റ്റ് ആണ് എന്ന് സമ്മതിക്കുക. അത് പലപ്പോഴും ഇല്ലാതെ ചുമ്മാ ഗൂഢാലോചന സിദ്ധാന്തം എടുത്തുകൊണ്ട് വന്ന് ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര മാഫിയാണ്. ഇനി നമ്മുടെ അർണബ് ഗോസ്വാമി നമ്മുടെ അടുത്ത സുഹൃത്താണ് കേട്ടോ. അതുവരെ foreigners also have flown in suddenly. അവിടെ പല ഫോറിനേഴ്സ്. We've got all these videos of Americans who have traveled all the way from America. അമേരിക്കയിൽ ഈ പ്രൊട്ടസ്റ്റ് കാണാൻ Jantar Mantar. Americans who have traveled all the way from America. CIA, deep come state. to Jantar Mantar to abuse India, to abuse the elected government, abuse the Prime Minister of India. അർണബ് ജി, അവർ അബ്യൂസ് ഇന്ത്യൻസിനെ അല്ല ചെയ്യുന്നത്, ഗവൺമെന്റിനെയാണ് ചെയ്യുന്നത്. എല്ലാ ഇന്ത്യക്കാരെയും പറയണ്ട, ദേ ആർ ഫൈറ്റിംഗ് ഫോർ ഇന്ത്യൻസ്. വിദേശികൾ പോലും അമേരിക്കയിൽ നടക്കം പ്രക്ഷോഭത്തിന്റെ മഹത്വം കേട്ട് അവിടെ പങ്കെടുക്കാൻ വരുന്നെങ്കിൽ അത് ഈ പ്രക്ഷോഭത്തിന്റെയും നാടിന്റെയും മഹത്വമാണ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹത്വമാണ്. നരേന്ദ്രമോദിജിയെ എനിക്ക് ബഹുമാനമാണ്, പക്ഷെ നരേന്ദ്രമോദിജി അല്ല മിസ്റ്റർ ഇന്ത്യ. മിസ്റ്റർ ഇന്ത്യ എന്ന് പറയുന്ന നരേന്ദ്രമോദിജി അല്ല. മിസസ് ഇന്ത്യ എന്ന് പറയുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അല്ല. നരേന്ദ്രമോദിജി ആരെങ്കിലും വിമർശിക്കുന്നെങ്കിൽ അധിക്ഷേപിക്കരുത്, അത് വേറെ. അധിക്ഷേപിക്കുന്നെങ്കിൽ അത് അദ്ദേഹത്തിനുള്ള അധിക്ഷേപമാണ്, ഇന്ത്യക്കുള്ള അധിക്ഷേപം അല്ല. At Jantar Mantar, ladies and gentlemen, hear this. മോദിജിയെ അസഭ്യം പറയാണ്. അങ്ങനെ അസഭ്യം പറയണ്ട. പക്ഷെ മോദിജി ആരെങ്കിലും അസഭ്യം പറഞ്ഞ ഇന്ത്യ അസഭ്യം പറയൂ? അതെങ്ങനെയാവും? മോദി ഈക്വൽ ടു ഇന്ത്യ ആണോ? മോദി ഈക്വൽ ടു ഇന്ത്യ അല്ല, രാഹുൽ ഗാന്ധി ഈക്വൽ ടു ഇന്ത്യ അല്ല, എന്തിന് മഹാത്മാഗാന്ധി ഈക്വൽ ടു ഇന്ത്യ പോലും അല്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി, ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി, അപ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇതൊക്കെ പഴയ നമ്പറുകളാണ്. അതായത് മറ്റേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ അപമാനിച്ചാൽ അത് രാജ്യത്തെ മുഴുവൻ അപമാനിക്കുന്നതെന്ന് പോലെ നമ്മുടെ പിണറായി വിജയനും ഇടയ്ക്കിടയ്ക്ക് നമ്പർ ഇടാറുണ്ട്. ലാവ്ലിൻ കേസ് അടക്കം വന്നപ്പോൾ CPM-നെ തകർക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ. ശ്രീ പിണറായി വിജയന് നേരെ ഒരു ചോദ്യം വന്നാൽ ശ്രീ പിണറായി വിജയന് നേരെയുള്ള ചോദ്യമാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ അമേരിക്കൻ ഫണ്ടിങ്, ഖത്തർ ഫണ്ടിങ് എന്നൊക്കെ ആയിരുന്നു. എല്ലാം തകർന്നു വീണിട്ടുണ്ട്, എല്ലാം റോയലി തകർന്നു വീണിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം സന്തോഷമുണ്ട് കേട്ടോ, വിദേശികളടക്കം ഈ പ്രൊട്ടസ്റ്റ് കാണാൻ വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്, വളരെ അഭിമാനകരമായ കാര്യമാണ്. അടുത്ത നോക്കട്ടെ, അടുത്ത നമ്മുടെ മറുനാടൻ ജി. അർണബ് ഗോസ്വാമി നല്ല നിലപാടെടുക്കുമ്പോൾ ഞാൻ എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കാറുണ്ട്. അവർ വലതുപക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണ്. ശ്രീ ഷാജൻ നല്ല നിലപാടെടുക്കുമ്പോൾ രണ്ടുപേരും ഇറാന്റെ വിഷയം അല്ലെങ്കിൽ ഇറാൻ വിഷയത്തിൽ ഇറാൻ വിജയിച്ച കാര്യം ശക്തമായി എടുത്തു. ഡൊണാൾഡ് ട്രംപിന് പറ്റിയ തെറ്റുകൾ തുറന്നു പറഞ്ഞു. നമ്മളതിനെ അഭിനന്ദിക്കും. ഇത് ശ്രീ ഷാജൻ ഈ നിലപാട് തെറ്റാണ്. ശ്രീ ഷാജൻ അടുത്ത പറയാൻ പോകുന്നതിന് മുമ്പ് ഷാജൻ അറ്റ്ലീസ്റ്റ് ഈ വിഷ്വൽസിലെങ്കിലും നോക്കണമായിരുന്നു. മദർലാൻഡ് ഓർ ദാറ്റ്, സ്വന്തം മാതൃഭൂമി അല്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞാണ് അവിടെ യുവാക്കൾ വരുന്നത്. ഇവരെയാണോ നമ്മൾ മോശക്കാരായി ചിത്രീകരിക്കുന്നത്? ഇവരെയാണോ ഏതെങ്കിലും രീതിയിൽ അധിക്ഷേപിക്കുന്ന ആൾക്കാരായി ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഇന്ത്യ മഹാരാജ്യത്തെ ശിഥിലീകരിക്കാനാണ് നോക്കി, ചുമ്മാ വെറുതെ ഈ വലതുപക്ഷക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. നമുക്ക് സ്വീകരിക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയാണ് ഇപ്പോഴത്തെ പാറ്റ വിപ്ലവം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആര് അവിടെ ഇരുന്ന് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചിട്ടാണ് ജൂലൈ 20 പോലീസുകാർ പിള്ളേരെ തല്ലിച്ചതച്ചത്? ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേട്, ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്തമില്ലായ്മ അവിടുത്തെ പോലീസുകാരുടെ തലക്കില്ല. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടാണ് പെമ്പിളാരുടെ നെഞ്ചി കയറി പിടിച്ചതും പെമ്പിളാരുടെ പുറകിൽ ലാത്തിയിട്ട് അടിച്ചതും കുത്തിയതും ഒക്കെ.
ചുമ്മാ ഇരുന്നെങ്കിൽ ഡയലോഗ് അടിക്കുകയാണ് ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയെന്ന്. ജൂലൈ 20 വരെ അധികം ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? നമ്മൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചോ? ജൂലൈ 20 പോലീസ് ആക്ഷൻ പിള്ളേർക്കെതിരെ ഉണ്ടായി. വിസ്മയ മോഹൻലാൽ അടക്കം പ്രതികരിച്ചത് അന്നാണ്. എന്തുകൊണ്ടാണ്? ആ പിള്ളേരെ തല്ലിച്ചതച്ചാണ്. പിള്ളേരെ തല്ലിച്ചതച്ചതിന് മുമ്പിൽ CAA ഡീപ് സ്റ്റേറ്റും ആണോ? പാവപ്പെട്ട വിദ്യാർത്ഥികൾ നിഷ്കളങ്കമായി ഇറങ്ങിപ്പുറപ്പെടുന്നതാണ്. സാറേ, വിവരമുള്ളവരാണ്. അവരെ ഈ പാവപ്പെട്ടവരായിട്ട് കണ്ടസെന്റിങ് ആയി ഞങ്ങൾ വളരെ ബുദ്ധിയുള്ളവർ, അവർ ബുദ്ധി ഇല്ലാത്തവരെന്നല്ല. സാറിനെയും എന്നെക്കാട്ടിയും വളരെ ബുദ്ധിയുള്ള പിള്ളേരാണ്. അതുകൊണ്ടാണ് മോദി ഗവൺമെന്റിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് ഈ പിള്ളേർ പാവം എന്ന് പറയേണ്ട, പിള്ളേർ വളരെ ഇന്റലിജന്റ് ആയ പാവങ്ങളാണ്, ഇന്റലിജന്റ് ആയ പിള്ളേരാണ്. ആ ഇന്റലിജന്റ് ആയ പിള്ളേരെ പോലീസ് തല്ലിച്ചേച്ചപ്പോൾ സാറിന് വേദന തോന്നിയതല്ലോ. പെൺപിള്ളാരുടെ പുറകിലടക്കം ലാത്തി കൊണ്ട് കുത്തിക്കയറ്റിയതും തെരഞ്ഞു പിടിച്ച് പുറകിൽ പെൺകുട്ടിയുടെ പുറകു ഭാഗത്തിൽ അടിച്ചിട്ട് പോലീസുകാർ കണ്ട് ചിരിക്കുമ്പോഴും തലക്കടിച്ച് അവിടുത്തെ കുട്ടികളുടെ തല പൊട്ടിച്ചപ്പോഴും ഒന്നും സാറിന്റെ വേദന കണ്ടില്ലല്ലോ. അപ്പോ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, എന്നാൽ ഇത് ജനാധിപത്യത്തിന് വേണ്ടിയല്ല, ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ, ഇതിന് വികസനം തടയാനുള്ള ഗൂഢാലോചന. എന്തോന്ന് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ എന്ന് പറഞ്ഞാലേ, ഞാൻ നേരത്തെ പറയുന്നുണ്ട്, മോദിജി എനിക്ക് ബഹുമാനമാണ്. നരേന്ദ്രമോദി അല്ല രാജ്യം, രാഹുൽ ഗാന്ധി അല്ല രാജ്യം, കോൺഗ്രസോ BJPയോ അല്ല രാജ്യം. ഈ മഹാരാജ്യത്തുള്ള 2 പാർട്ടികൾ മാത്രമാണവർ. ഇനി വേറെ പാർട്ടികൾ ഉണ്ടാവും, ആപ്പ് ഉണ്ടാവും, മുസ്ലിം ലീഗ് ഉണ്ടാവും, CPM ഉണ്ടാകും, വേറെ എല്ലാ പാർട്ടികളും ഉണ്ടാവും. പാർട്ടി അല്ല രാജ്യം. എന്തിന്? ഗവൺമെന്റ് പോലും അല്ല രാജ്യം. ഗവൺമെന്റ് വേറെ, രാജ്യം വേറെ. വിദ്യാർത്ഥികളെ മർദ്ദിച്ച് ജയിലിൽ അടച്ച് അവരെ ഇല്ലാതാക്കിയല്ല ഇതിനെ നേരിടേണ്ടത്. പക്ഷേ ഈ കലാപത്തിന് അയ്യോ, പക്ഷേ കുട്ടികൾ തീവ്രവാദികളല്ലേ? അവർക്ക് കുറച്ച് അടി കൊടുക്കണ്ടേ? കുട്ടികൾ ഭീകരവാദികളാൽ സ്വാധീനിക്കപ്പെട്ട ഭീകരവാദികളല്ലേ? അടി കൊടുക്കണ്ടേ? കൊടുത്താൽ ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കും. ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും സംഭവിച്ചതുപോലെ എന്ത് ഈ പിള്ളേർ ചെയ്തു? ജൂലൈ 20 പിള്ളേരെ യാതൊരു പ്രകോപനമില്ലാതെ അങ്ങോട്ട് കയറി അടിച്ച് പ്രകോപനം ഉണ്ടാക്കി മനഃപൂർവ്വം കല്ല് കൊണ്ടുവച്ച് മനഃപൂർവ്വം പോലീസുകാർ കല്ലെറിഞ്ഞ് പോലീസുകാർ തന്നെ ചില വാഹനങ്ങളുടെ ചില്ല അടിച്ചു തീർത്തൊക്കെ എന്തിനായിരുന്നു? പോലീസുകാർക്ക് വേറെ എന്തെങ്കിലും തോന്നിയിട്ടാണോ പോലീസുകാർ സ്വന്തമായിട്ട് കാറിന്റെ ചില്ല അടിച്ചു തീർത്ത്? അത് സ്വപ്നം കാണുന്ന പലരുമുണ്ട്. എന്തുകൊണ്ടാണ് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും കലാപമുണ്ടായിട്ടും ഇവിടെ ഉണ്ടാവാത്തത് എന്ന് ചോദിച്ച് BBC ലേഖനം എഴുതിയത് മറന്നു പോകരുതേ. എന്റെ സാറേ, BBC പോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു മാധ്യമം, ലോകത്തിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള മാധ്യമം ഇന്ത്യയിൽ എന്താ കലാപം ഉണ്ടാകത്തെന്ന് എഴുതിയോ? ഇന്ത്യയിൽ പ്രതിഷേധങ്ങളെ കുറിച്ച് അവർ എഴുതിയതാണ്. ആ പ്രതിഷേധം എന്ന വാക്ക് മാറ്റി കലാപമാക്കിയാൽ മതിയോ? BBC എവിടെങ്കിലും എഴുതിയോ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് റൈറ്റ്സ് ഉണ്ടാവാത്തതെന്ന്? കണ്ട, അത് കേട്ടാ തോന്നും BBC കാരൊന്ന് ഗൂഢാലോചന നടത്തുകയാണെന്ന്. പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് നല്ല ബേസും കൂടുതലുള്ള ഒരാളാണ്. അപ്പൊ BBC ഇതൊക്കെ എന്ത് തരം ലോജിക്കാണ് ഷാജിൻ സർ? അങ്ങേ ബഹുമാനിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങ് താങ്കൾ എൻ്റെ സുഹൃത്താണ്, സീനിയർ ആയിരുന്നു ലോ അക്കാഡമിയിൽ, അല്ലെങ്കിൽ അർണബ്ജി സുഹൃത്താണ്. എന്ത് തരം ലോജിക്കാണ്? പിള്ളേർ ജെനുവിൻലി ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയാനുള്ളൊരു മനസ്സ് കാണിക്കുന്നില്ല. അവരൊക്കെ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ഇതാണ്. പിന്നെ അവർക്ക് ഇതല്ലേ പണി? ഈ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുന്ന സ്വപ്നം കാണുകയല്ലേ ബ്രിട്ടീഷുകാർക്ക് പണി? ചുമ്മാ നമ്മളെ തന്നെ ഓവർ പ്ലേസ് ചെയ്യുകയാണ്. ഇന്ത്യയിലേക്ക് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ നോക്കിയിരിക്കുന്നു. അങ്ങനെ അമേരിക്കൻ CAA ഡീപ് സ്റ്റേറ്റ് പ്രൊജക്ട്സ് ഒക്കെ പല രാജ്യത്തും ഉണ്ട്. ഇപ്പൊ ഇറാൻ, അദ്ദേഹം തന്നെ ഈ വീഡിയോയുടെ ആദ്യം വളരെ കറക്റ്റായി പറയുന്നുണ്ട് 1953 ഇറാന്റെ കൂ ഉണ്ടെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര എണ്ണയൊന്നുമില്ല. അതുകൊണ്ട് അമേരിക്കക്കാർക്ക് ഇവിടെ ഒരു കലാപം നടത്തിയിട്ടോ ഇവിടെ ഒരു കൂ നടത്തിയിട്ടോ അട്ടിമറിച്ചിട്ടോ ഒന്നും കിട്ടാനില്ല. അമേരിക്കക്ക് എന്തെങ്കിലും വേണമല്ലോ. ഇറാനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും വെനിസ്വേലയിലാണെങ്കിലും എന്തെങ്കിലും സാധനം വേണ്ടേ? നമ്മുടെ നാട്ടിൽ എവിടെ കുഴിച്ചാൽ കിട്ടാൻ? അവർക്കൊക്കെ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പാറ്റ വിപ്ലവം തുടങ്ങി എന്ന് ഇവരൊക്കെ വിളിച്ചു കൂവുമ്പോൾ അത് ഇന്ത്യ രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് തിരിച്ചറിയണം. കണ്ട, ഇന്ത്യ രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് തിരിച്ചറിയണമെന്ന് മോദിയുടെ ഫോട്ടോ. മോദിജി അല്ല ഇന്ത്യ, രാഹുൽ ഗാന്ധി അല്ല ഇന്ത്യ. ഇന്ത്യയിൽ ജീവിക്കുന്ന 2 സിറ്റിസൺസ് മാത്രമാണിവർ. അതിൽ 2 പേർക്ക് വലിയ പോസ്റ്റ് ഉണ്ട്. ഒരാൾ പ്രൈം മിനിസ്റ്റർ, ഒരാൾ ഷാഡോ പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയെ തകർക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് മോദിജിയുടെ ഒരു ഫോട്ടോ കൊടുക്കുന്നതൊക്കെ പഴയ നമ്പറാണ്. പഴയ നമ്പർ എന്ന് പറഞ്ഞാൽ 1970കളിൽ ട്രൈ ചെയ്ത നമ്പറാണ്. അതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറയുന്ന സൈക്കോഫെൻസി അഥവാ അന്ധമായ ഭക്തി, അന്ധഭക്ത്, അതാണ് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു, മോദിജിക്ക് ഉണ്ടായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിക്കും അയൺ ലേഡിക്ക് ഉണ്ടായിരുന്നു. ഇന്ന് നരേന്ദ്രമോദിജിക്ക്, വിശ്വഗുരു നരേന്ദ്രമോദിജിക്കും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഇട്ടാലൊന്നും പിള്ളേരെ പറ്റിക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്തായാലും പ്രിയപ്പെട്ട ഷാജിൻ സാർ, ബഹുമാനത്തോടെ അർണബ്ജി സുഹൃത്താണ്, ബഹുമാനത്തോടെ മോദി ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പറഞ്ഞു അങ്ങനെ ഫോറിൻ ഫണ്ടുകളൊന്നും വന്നിട്ടില്ല എന്ന്. ഇനിയെങ്കിലും ഈ ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കുന്ന പരിപാടി നിർത്തണം. കാര്യമായിട്ട് ഇവരൊക്കെ 2 ഒരു സെന്റർ ടു റൈറ്റ് നിൽക്കുന്നവരാണ്. കാര്യമായിട്ട് ഇറങ്ങി വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കണം. ആ വിദ്യാർത്ഥികളുടെ പിന്തുണയ്ക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാനോ വകുപ്പ് മാറ്റാനോ ഉള്ള വിദ്യാർത്ഥികളുടെ ന്യായമായ ഡിമാൻഡ് ഉയർന്നു വരണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ശ്രീ ഷാജിൻ സ്കറിയ മറുനാടൻ മലയാളി, ശ്രീ അർണബ് ഗോസ്വാമി, റിപ്പബ്ലിക്.